പാടിലെ മൺവീണയിൽ ഉയർന്ന നാദമതി. എപ്പിസോഡ് 3 മായ വീട്ടിലേക്ക്. ആരതി പറഞ്ഞ സഞ്ജീവ് മാധവിന്റെ ഹോട്ടലിലാണ് താൻ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നതെന്ന് മായയ്ക്കും അറിയില്ലായിരുന്നു. തനിക്ക് താമസിക്കാൻ സേഫായി ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതായിരുന്നു അവൾ. സഞ്ജീവ് മാധവ് എന്ന കേരളത്തിലെ കോടീശ്വരനായ ബിസിനസ്കാരന്റെ പേര് മാത്രമേ അവൾ കേട്ടിരുന്നുള്ളൂ. അയാളുടെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല. പൊതുവെ മായയ്ക്ക് സോഷ്യൽ മീഡിയയോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് പേരിനൊരു അക്കൗണ്ട് ഉണ്ടെന്നല്ലാതെ അതൊന്നും നോക്കാറില്ല അവൾ. ഇനി നോക്കുകയാണെങ്കിൽ തന്നെ കൂടുതലും വേൾഡ് ന്യൂസ് ആണ് അവൾക്ക് താല്പര്യം. ഒരു റൂമിൽ തന്റെ സാധനങ്ങളെല്ലാം വെച്ച് മോളെ ബെഡിലിരുത്തി ടിവിയിൽ കാർട്ടൂൺ വെച്ചു കൊടുത്ത് മായ ഡ്രസ്സും എടുത്ത് കുളിക്കാനായി ചെന്നു. കുളിക്കാൻ കയറി 5 നിമിഷം കഴിഞ്ഞതും മായയുടെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. ടിവിയിൽ മുഴുകി നിന്ന മോള് അത് ഗൗനിച്ചില്ല. ഫോൺ റിംഗ് ചെയ്ത ശബ്ദം കേട്ട് മായ മോളെ വിളിച്ചു. ഫോണിൽ ആരാ വിളിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ആമി, ഫോൺ എടുത്ത് ആരാണെന്ന് നോക്കിക്കേ. മായ വിളിച്ചു പറഞ്ഞത് കേട്ടിട്ടും മോൾ ബെഡിൽ നിന്ന് എണീക്കാൻ മടിച്ചിട്ട് നോക്കിയില്ല. കുറച്ചുനേരം അടിച്ച് ആ കോൾ കട്ടായി. ആരാ ഫോണിൽ വിളിച്ചത്? കുളി കഴിഞ്ഞു വന്നതും മായ അവളോട് ചോദിച്ചു. അറിയില്ല, ഞാൻ നോക്കിയില്ല, ആമിമോൾ പതിയെ പറഞ്ഞു. മായ മോളെ തറപ്പിച്ചൊന്ന് നോക്കിയതും തെറ്റ് ചെയ്തതുപോലെ മോളുടെ തല കുനിഞ്ഞു വന്നു. ഈ ഇടയായ അനുസരണക്കേട് നിനക്കിത്തിരി കൂടുന്നുണ്ട്. കപട ഗൗരവത്തിൽ മായ മോളെ ശാസിച്ചുകൊണ്ട് ഫോണും എടുത്ത് പുറത്തേക്ക് പോയി. അവളുടെ അച്ഛൻ ശേഖരനായിരുന്നു വിളിച്ചത്. മായ അടുത്ത മുറിയിലേക്ക് ചെന്നതും വീണ്ടും ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. ഹലോ. മായ ഫോൺ എടുത്തതും ശേഖരൻ മറുപുറത്തു നിന്നും അവളെ ശകാരിച്ചു തുടങ്ങി. നീ എന്താ മായ കാണിച്ചത്? നിന്നെ കാത്ത് അജയ് മോൻ അവിടെ എത്ര നേരം നിന്നെന്നറിയോ? ശേഖരൻ ദേഷ്യത്തിൽ ചോദിച്ചു. അത് കേട്ടതും ഇന്ന് എയർപോർട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം മായയുടെ മനസ്സിലേക്ക് ഓടി വന്നു. എല്ലാം ഓർക്കും തോറും അവളിൽ ദേഷ്യം ഇരച്ചെത്തി. എങ്കിലും അവൾ സംയമനം പാലിച്ച് ഒന്നും അറിയാത്ത പോലെ സംസാരിച്ചു തുടങ്ങി. അജയ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിരുന്നോ? അതിന് ഞാൻ അവനെ അവിടെ അങ്ങ് കണ്ടില്ലല്ലോ. എന്നോട് അച്ഛൻ പറഞ്ഞില്ലല്ലോ. മായ നിഷ്കളങ്കമായ ഒരു നുണ പറഞ്ഞു. ചില കാര്യങ്ങൾ മറച്ചുവെക്കുന്നതാണ് നല്ലത് എന്നവൾക്ക് തോന്നി. അത് കേൾക്കെ ശേഖരനും മറുപടി ഒന്നും പറയാൻ പറ്റിയില്ല. മായ അറിയാഞ്ഞിട്ടല്ലേ അയാൾ കരുതി. അല്ല, നീ ഇപ്പൊ എവിടെയാ? വീട്ടിലേക്ക് വരുന്നില്ലേ? ഇവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ്, ശേഖരൻ പറഞ്ഞു. ആ, ഞാൻ വരാം. മായ ആ സംഭാഷണം അവസാനിപ്പിക്കാനായി പറഞ്ഞു. അവൾ അന്ന് തന്നെ വരുമെന്ന് കരുതി ശേഖരനും ഫോൺ വെച്ചു. ഫോൺ കട്ടായതും മായ ഒന്ന് നിശ്വസിച്ചു. വീട്ടിലേക്ക് പോകണോ? മോളെ ആദ്യമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. അവളോട് അവിടെയുള്ളവർ എങ്ങനെ പെരുമാറും എന്നറിയില്ലല്ലോ. തനിക്ക് തന്നെ ആ വീട്ടിൽ നിന്ന് നല്ല അനുഭവം അല്ല ലഭിച്ചിട്ടുള്ളത്. അവൾ ഓർത്തു. തൽക്കാലം മോളെ കൊണ്ടുപോകണ്ട, ഇവിടെ നിർത്തിയിട്ട് പോകാം എന്നവൾ ചിന്തിച്ചു. ലണ്ടനിൽ ഇരിക്കുമ്പോൾ മോൾക്ക് 3 വയസ്സാവുന്നവരെ മായ ചിറ്റയുടെ ഒപ്പം നിന്നുള്ളൂ. അത് കഴിഞ്ഞ് 1 വർഷം ഒരു വീട് വാടകയ്ക്കെടുത്ത് ആ വീട്ടിൽ ഒരു ആയയെ നിർത്തി. അവളപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയായിരുന്നു. മോൾക്ക് 4 വയസ്സായപ്പോൾ തന്നെ അവൾ ഒറ്റയ്ക്ക് നിർത്തി ശീലിപ്പിച്ചു. അപ്പോഴേക്കും മായയും ഒരു ഡോക്ടറായി അവിടെ ജോലിക്ക് കയറിയിരുന്നു. അവൾ ഓർത്തു. മായ 2ാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ് അജയുമായുള്ള വിവാഹം നടക്കുന്നത്. ആദ്യ ശ്രമത്തിൽ തന്നെ സ്കോളർഷിപ്പോടുകൂടി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിയെടുത്തിരുന്നു അവൾ. പഠനം കൊണ്ടല്ലാതെ തനിക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അവളുടെ അനുഭവങ്ങൾ അവളെ പഠിപ്പിച്ചിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ അവൾക്ക് സംഭവിച്ച ആ ഹോർമോൺ ഇംബാലൻസ് പ്രശ്നം, അതൊക്കെ കൊണ്ട് തന്നെ ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഗർഭിണിയായിരുന്ന സമയം മെഡിക്കൽ കോളേജിലെ അവളുടെ ടീച്ചറുടെ സഹായത്തോടെ അവൾ പരീക്ഷ എഴുതിയിരുന്നു. അവളുടെ മുറിക്കുള്ളിൽ ഒറ്റയ്ക്ക് കഴിയുമ്പോഴും ടീച്ചർ കൊടുത്ത പുസ്തകങ്ങളായിരുന്നു അവളുടെ കൂട്ട്. പിന്നെ ലണ്ടനിൽ എത്തിയപ്പോഴും ചിറ്റയുടെ സഹായത്തോടെ അവിടെ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റി. നാട്ടിൽ നിന്ന് ടീച്ചറുടെ സഹായത്തോടെ അവളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്തു. 4ാം വർഷത്തിലെ അഡ്മിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. അതിനായി അവൾക്കൊരു എൻട്രൻസ് എക്സാം എഴുതേണ്ടി വന്നിരുന്നു. എന്നിട്ടും കുറച്ച് പൈസ കെട്ടേണ്ടതായി വന്നു. അതെല്ലാം കൊടുത്തത് അവളുടെ ചിറ്റയും ഭർത്താവുമായിരുന്നു. ഈ ജന്മം മായ ആരോടെങ്കിലും കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് അവരോടാണ്. ഇന്നെന്തായാലും വൈകുന്നേരമായതിനാൽ വീട്ടിലേക്ക് പോകണ്ടെന്ന് മായ തീരുമാനിച്ചു. മോളെ ഒറ്റയ്ക്ക് നിർത്തി പോകുന്നത് കൊണ്ട് ആദ്യം മോൾക്ക് ഇവിടവുമായി ഒന്ന് അഡ്ജസ്റ്റ് ആവണം. അവിടെ ആ സ്വീറ്റ് റൂമിൽ കിച്ചനുണ്ട്. മായ കിച്ചണിൽ ചെന്ന് നോക്കി. ബ്രെഡ് ടോസ്റ്റർ, കെറ്റിൽ, ചായപ്പൊടി, പഞ്ചസാര, ഒരു പാക്കറ്റ് ബ്രെഡ്, ചെറിയൊരു ഫ്രിഡ്ജ് എന്നിവ അവിടെ ഉണ്ടായിരുന്നു. മായ അവിടെയെല്ലാം മൊത്തത്തിൽ നോക്കി. കുറച്ച് സാധനങ്ങൾ വാങ്ങണം. മോളെയും കൊണ്ട് പുറത്തൊക്കെ പോയി ഡിന്നറും കഴിച്ച് സാധനങ്ങളും വാങ്ങി തിരികെ വരാമെന്ന് അവൾ കരുതി. മായ തിരികെ ചെന്ന് മോളെ കുളിപ്പിച്ച് അവൾക്ക് പുതിയൊരു ഉടുപ്പും ഇട്ടുകൊടുത്ത് പുറത്തേക്കിറങ്ങി. ആദ്യം അവർ ചെന്നത് ബീച്ചിലേക്കായിരുന്നു. അവിടെ വെള്ളത്തിൽ 2 പേരും നന്നായി കളിച്ചു. സന്ധ്യയായതും മോളെയും കൊണ്ടവൾ കരയ്ക്ക് കയറി. ആ കടൽ തീരത്ത് കൂടി നടക്കുമ്പോൾ മായയ്ക്ക് ഏതാനും വർഷം മുൻപ് അവൾ ഇതിലെ ഏകയായി നടന്നത് ഓർമ്മ വന്നു. ഇന്നിപ്പോൾ കൂടെ മോളുണ്ട്. അന്ന് താൻ ഒറ്റയ്ക്കായിരുന്നു. വീട്ടിലെ എല്ലാവരുടെയും കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒട്ടും സഹിക്കാൻ വയ്യാതാകുമ്പോൾ അവൾ ഇടയ്ക്ക് വന്ന് മനസ്സ് ശാന്തമാക്കുന്ന സ്ഥലമായിരുന്നു. വീട്ടിലെ എല്ലാവരുടെയും കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒട്ടും സഹിക്കാൻ വയ്യാതാകുമ്പോൾ അവൾ ഇടയ്ക്ക് വന്ന് മനസ്സ് ശാന്തമാക്കുന്ന സ്ഥലമായിരുന്നു ആ കടൽ തീരം. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്ന്. അങ്ങനെ ഇരുവരും നടക്കുമ്പോഴാണ് അവിടെ കരയിലുള്ള ഒരു കുഞ്ഞി തട്ടുകടയുടെ അടുത്തെത്തിയത്. അവിടെ ചില്ലുകൂട്ടിൽ അടുക്കി വെച്ചിരുന്ന പലഹാരങ്ങൾ കാണെ ആദ്യമായി കാണുന്നത് പോലെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു ആമിമോൾ. ഇതെന്താ അമ്മേ? പഴംപൊരി വെച്ചിരുന്ന ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ച് മോൾ ചോദിച്ചു. ഇതാണ് പഴംപൊരി, അമ്മയുടെ ഫേവറേറ്റ് ആണ്. മോൾക്ക് വേണോ? അമ്മ വാങ്ങിത്തരാം. മായ ചോദിച്ചതും മോൾ വേണമെന്ന് തലയാട്ടി. മായ ഒരെണ്ണം തനിക്കും ഒരെണ്ണം മോൾക്കുമായി വാങ്ങി.
ആ ചൂട് പഴംപൊരി പതിയെ ഊതി ഊതി അവൾ മോൾക്ക് കൊടുത്തു. മോൾ ആകാംക്ഷയോടെ ഒന്ന് കടിച്ചു. പുതിയ രുചി അറിഞ്ഞതിന്റെ തെളിച്ചം അവളുടെ മുഖത്ത് അറിയുന്നുണ്ടായിരുന്നു. മോൾക്ക് അതിഷ്ടമായെന്ന് മായയ്ക്ക് മനസ്സിലായി. ശേഷം അവൾ മോളെയും കൊണ്ട് അടുത്തുള്ള സൂപ്പർമാർക്കറ്റിലേക്ക് പോയി. അത്യാവശ്യം വേണ്ടത് വാങ്ങിക്കൊണ്ട് തിരികെ ഹോട്ടലിലേക്ക് തന്നെ അവർ തിരികെ പോയി. കിച്ചണിൽ എല്ലാം കൊണ്ടുവച്ചിട്ട് അവർ ഡിന്നർ താഴെയുള്ള റെസ്റ്റോറന്റിൽ വിളിച്ച് ഓർഡർ ചെയ്തു. പിറ്റേന്ന് അതിരാവിലെ മോൾക്ക് കഴിക്കാൻ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി വെച്ചു. അവൾ മോളെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് ടിവിയിൽ കാർട്ടൂൺ ഇട്ട് വെച്ചു. ആമിമോളെ, മായ വിളിച്ചതും മോൾ തല ഉയർത്തി അവളെ നോക്കി. അറിയാമ്മേ, ഇവിടെ ടി വി നോക്കിയിരിക്കണം, പുറത്തൊന്നും പോവരുത്, കോളിംഗ് ബെല്ലടിച്ചാൽ തുറന്നു നോക്കരുത്, അമ്മ വന്നാ അമ്മ ഫോൺ ചെയ്യും, അപ്പോഴേ വാതിൽ തുറക്കാവൂ എന്നല്ലേ മോള് ചോദിച്ചു. അവൾക്കിതെല്ലാം പ്രാക്ടീസ് ആയിരുന്നു. ഗുഡ് ഗേൾ. അവൾ മോളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ച് ഒരു ഉമ്മ കൊടുത്തു. അമ്മ വരുമ്പോ ഐസ്ക്രീം വാങ്ങിട്ട് വരാട്ടോ, സൂക്ഷിച്ചിരിക്കണേ. മായ പുറത്തിറങ്ങിയതും മോൾ വാതിൽ അകത്തു നിന്നും ലോക്കാക്കി. മായ അതൊന്ന് ഉറപ്പുവരുത്തി ലിഫ്റ്റിനടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് അവളുടെ ഫോണിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ ശബ്ദം വന്നത്. അവൾ അതിലേക്ക് നോക്കിയപ്പോൾ ആരതിയുടെ മെസ്സേജ് ആയിരുന്നു. ഒരു ഫോട്ടോ ആയിരുന്നു. അതിന് താഴെ തന്നെ ആരതിയുടെ മെസ്സേജും വന്നു. ഇയാളാണ് സഞ്ജീവ് മാധവ്, നിന്നെ അന്വേഷിക്കുന്ന ആൾ. മായ ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ നോക്കി. പക്ഷേ റേഞ്ച് ഇഷ്യൂ കാരണം അത് ലോഡായില്ല. പെട്ടെന്നാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. മായ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ ആമിമോൾ അവിടെ നിൽക്കുന്നു. ആമി, നിന്നോട് വാതിൽ തുറന്ന് പുറത്തു വരരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്? മായ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്നാൽ അതിന് മറുപടി ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു മോൾ. അവൾ വാച്ചിൽ സമയം നോക്കി. അവളുടെ ക്യാബ് 5 മിനിറ്റിൽ എത്തുമെന്ന് കണ്ടപ്പോൾ അവൾ ധൃതിയിൽ താഴേക്ക് പോകാൻ ഒരുങ്ങി. മോൾ ഇപ്പൊ മുറിയിലേക്ക് പോ, അമ്മ വരുമ്പോ ഐസ്ക്രീം വാങ്ങിട്ട് വരാട്ടോ, പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അമ്മ പിണങ്ങുവേ. മായ അതും പറഞ്ഞ് മോൾക്കൊരു ഉമ്മ കൊടുത്ത് ലിഫ്റ്റിനടുത്തേക്ക് ചെന്നു. ലിഫ്റ്റ് ഓപ്പണായി അവൾ അതിലേക്ക് കയറിയതും എതിർവശത്തെ വാതിൽ തുറന്നതും ഒരുമിച്ചായിരുന്നു. വാതിൽ തുറന്ന് സഞ്ജീവ് പുറത്തു വന്നു. അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന തന്റെ മകനെ കണ്ടതും അവൻ സംശയത്തിൽ ചുറ്റും നോക്കി. അബി, നീ ഇവിടെ എന്തെടുക്കുവാ? അകത്തേക്ക് വന്നേ. അവൻ മോനെയും കൊണ്ട് അകത്തേക്ക് ചെന്നു. ആമിമോളായിരുന്നില്ല അത്. അത് സഞ്ജീവിന്റെ ഒരേ ഒരു മകൻ അഭിയായിരുന്നു, അഭിനവ് സഞ്ജീവ്. ആമിയുടെ അതേ മുഖഛായായിരുന്നു അവനും. അവന്റെ ഫേവറേറ്റ് കാർട്ടൂൺ പ്രിന്റുള്ള ഒരു റെഡ് ടീഷർട്ടായിരുന്നു അഭി ധരിച്ചിരുന്നത്. അതേ കാർട്ടൂൺ ആമിക്കും വളരെ ഇഷ്ടമായിരുന്നു. അന്ന് രാവിലെ കുളി കഴിഞ്ഞ് ആ ടീഷർട്ടായിരുന്നു ആമിയും എടുത്തണിഞ്ഞത്. അതുകൊണ്ടാണ് മായ അവളെ തിരിച്ചറിയാതെ പോയത്. അഭി മറ്റു കുട്ടികളെ പോലെയല്ല. ചെറുപ്പം മുതലേ കുറച്ച് സൈലന്റ് ആണ്. പക്ഷെ പഠനകാര്യങ്ങൾ, മൊബൈൽ ഗെയിംസ്, അതിലെല്ലാം അവനും ആക്റ്റീവായിരുന്നു. എല്ലാം അറിയാം, പക്ഷെ അവൻ ഇൻട്രോവേർട്ടാണ്. പുറത്തെല്ലാം പോയാൽ അവൻ ആരോടും പെട്ടെന്ന് ഇടപഴകില്ല. അതുകൊണ്ട് മോനെ തനിയെ എവിടെയും വിട്ടിട്ട് പോവില്ല സഞ്ജീവ്. സഞ്ജീവ് എങ്ങോട്ട് പോയാലും അവന്റെ ഒപ്പം മോനും ഉണ്ടാവും. അച്ഛാ, എനിക്ക് ഐസ്ക്രീം വേണം, മോൻ ആദ്യമായി അവനോട് ആവശ്യപ്പെട്ടു. ഒറ്റയ്ക്ക് വളർന്നതുകൊണ്ട് കുറച്ച് പതിഞ്ഞ സ്വഭാവക്കാരനായാണ് അഭി വളർന്നത്. അവന്റെ ഭക്ഷണകാര്യങ്ങളിലെല്ലാം സഞ്ജീവ് വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു. അതുകൊണ്ട് ഐസ്ക്രീം ഒന്നും അവൻ മോന് വാങ്ങി കൊടുത്തിരുന്നില്ല. അതൊന്നും ഹെൽത്തിന് നല്ലതല്ല അഭി, സഞ്ജീവ് അവനെ ശാസിച്ചു. പക്ഷേ അഭി അത് കേട്ടില്ല. അവൻ ഐസ്ക്രീമിനായി വാശി പിടിച്ചുകൊണ്ടേയിരുന്നു. സഞ്ജീവ് അത് കാര്യമാക്കാതെ മോനെയും കൊണ്ട് മുറിയിലേക്ക് ചെന്നു. ലിഫ്റ്റ് താഴെ എത്തിയിട്ടും മായ ഇറങ്ങിയില്ല. അവൾക്ക് ടെൻഷനായിരുന്നു, മോള് മുറിയിൽ പോയിട്ടുണ്ടാവുമോ എന്ന്. അവൾ വീണ്ടും തിരികെ കയറി അവരുടെ മുറിക്ക് പുറത്തെത്തി തുറന്നു നോക്കിയപ്പോൾ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു. മോൾ അകത്തേക്ക് പോയെന്ന് വിചാരിച്ച് അവൾ വീട്ടിലേക്ക് തിരിച്ചു. കാറിലിരിക്കുമ്പോഴാണ് സഞ്ജീവിന്റെ ഫോട്ടോ മായയ്ക്ക് ഡൗൺലോഡ് ആയത്. ആ ഫോട്ടോ കാണെ അവളുടെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി ഉയർന്നു. എനിക്കിതെന്താ സംഭവിക്കുന്നത്? അജയന്റെ ഫോട്ടോ കാണുമ്പോഴും ഇങ്ങനെ തോന്നിയില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇയാൾ സഞ്ജീവ് എന്റെ ആരോ ആണെന്ന പോലെ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവൾ സ്വയം ചോദിച്ചു. അധികം വൈകാതെ തന്നെ അവൾ വീട്ടിലെത്തിച്ചേർന്നു. വീടിന്റെ ഉമ്മറത്ത് എന്തൊക്കെയോ ഡെക്കറേഷൻ ചെയ്തിരുന്നു. ഇന്നിവിടെ എന്തെങ്കിലും പരിപാടിയാണോ? അതെല്ലാം കാണെ അവൾ ആലോചിച്ചു. പിന്നെയാണ് അവൾക്ക് ഡേറ്റ് ഓർമ്മ വന്നത്. ഇന്ന് മൃദുലയുടെ ബർത്ത്ഡേ ആണ്. എല്ലാ കൊല്ലവും അവളുടെ വീട്ടിൽ ആഘോഷിക്കപ്പെടുന്ന ദിവസം. മായ ഉള്ളപ്പോഴൊക്കെ അവളായിരുന്നു ആ സമയം ബന്ധുക്കളുടെ എല്ലാം ഈര. മൃദുലയുടെ പിറന്നാൾ എന്ന പേരും പറഞ്ഞ് മായയെ കുത്താൻ ഒരവസരമായി അതെല്ലാവരും കണ്ടു. പ്രത്യേകിച്ച് അവളുടെ രണ്ടാനമ്മ മാലിനിയുടെ വീട്ടുകാർ. മായ വീടിനകത്തേക്ക് കയറി. അവിടെ ഹാളിൽ തന്നെയാണ് ഫംഗ്ഷൻ നടന്നത്. മായ നോക്കുമ്പോൾ മൃദുല അവിടെ കേക്ക് കെട്ടുകയായിരുന്നു. മായ ആരെയും ഗൗനിക്കാതെ അവിടെ കോർണറിലുള്ള സോഫയിൽ ചെന്നിരുന്നു. അതിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ടീപ്പോയിൽ ഏതാനും മാഗസിൻസ് കിടക്കുന്നുണ്ടായിരുന്നു. അവൾ അതിൽ ഒരെണ്ണം എടുത്ത് മറിച്ചു നോക്കി. എല്ലാവരുടെയും ശ്രദ്ധ കേക്ക് കട്ടിങ്ങിലായതുകൊണ്ട് മായ വന്നത് ആരും കണ്ടില്ല. കുറച്ചു സമയം കഴിഞ്ഞതും ആരുടെയോ കരച്ചിൽ കേട്ടാണ് മായ മാഗസിനിൽ നിന്നും തല ഉയർത്തി നോക്കിയത്. അതൊരു പെൺകുട്ടിയുടെ കരച്ചിലായിരുന്നു. ഒരു പെൺകുട്ടിയെ കുറച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്ന് വളഞ്ഞിരിക്കുകയായിരുന്നു. ആ കരയുന്നത് മായയുടെ അപ്പച്ചിയുടെ മകൾ ശിഖയായിരുന്നു. അവളെ കരയിപ്പിക്കുന്നത് മൃദുലയും അവളുടെ ഫ്രണ്ട്സും ചേർന്നാണ്. പണ്ടേ ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതാ, ആ മായയുടെ വാലിൽ തൂങ്ങി നടക്കലല്ലേ നിന്റെ പണി. എന്റെ ജീവിതം നശിപ്പിക്കാൻ വന്ന വിഷമാണ് ആ മായ, എന്റെ ശത്രു. അപ്പച്ചിയുടെ മോളായതുകൊണ്ടും അപ്പച്ചിയെ ഓർത്തുവാ ഞാൻ നിന്നെ വെറുതെ വിട്ടത്. പക്ഷെ നീ എന്താ പറഞ്ഞത്? അവൾ ആ തടിച്ച് മായ മെലിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവുന്നോ? എന്നെക്കാൾ ഭംഗിയുണ്ടാവോ? മൃദുല ഒരു സൈക്കോയെ പോലെ ശിഖയുടെ മുന്നിൽ നിന്ന് ചോദിച്ചു. പറയടി. ശിഖ മറുപടി പറയാതെ ഇരുന്നതും മൃദുല ദേഷ്യത്തിൽ അലറി. ഉണ്ടാവും. ശിഖ പേടിച്ചു പറഞ്ഞു. ഉണ്ടാവോ? എങ്കിൽ നീ അത് തെളിയിച്ചിട്ട് പോയാ മതി. തോറ്റാതെ ഈ പ്ലേറ്റിലെ പച്ചമുളക് എല്ലാം നീ തിന്നണം.
അതാണ് നിന്റെ ശിക്ഷ. മൃദുല ചിരിയോടെ സന്തോഷത്തിൽ പറഞ്ഞു. ഈ സമയം അവിടെ മുതിർന്നവരാരും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം വീടിന്റെ ഉള്ളിലായിരുന്നു. അവിടെ മൃദുലയുടെ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ മായയും. പക്ഷേ മായയെ അവിടെ ആരും തിരിച്ചറിഞ്ഞില്ല. അല്ല, മായ ഇല്ലാതെ നീ എങ്ങനെ തെളിയിക്കും ശിഖ? ആദ്യം മായ ഇങ്ങോട്ട് വരണം. അങ്ങനെ അവള് വന്നാ തന്നെ പണ്ടത്തെക്കാൾ ഗുണ്ടുമണിയായിട്ടാവും വരിക. അവള് മെലിഞ്ഞു വരുമ്പോ സമയം എടുക്കുമല്ലോ. പിന്നെ നീ എങ്ങനെ തെളിയിക്കൂടി ശിഖ മോളെ? മൃദുല പറഞ്ഞതും ശിഖ ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നു. മൃദുല ദേഷ്യത്തിൽ അവളുടെ കഴുത്തിൽ പിടിച്ചു. ശിഖ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിട്ട് ആ നാശം പിടിച്ചവളുടെ പേര് നീ വലിച്ചടിച്ചില്ലേ? നിനക്കതിന് ശിക്ഷയുണ്ട്. അതും പറഞ്ഞ് മൃദുല ശിഖയുടെ കവിളിൽ തന്റെ കൈകൊണ്ട് വീശിയടിച്ചു. ശിഖ വേദന കൊണ്ട് അലറിക്കരഞ്ഞു. അത് കേൾക്കെ മൃദുലയുടെ ഫ്രണ്ട്സ് എല്ലാം ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആരോ മൃദുലയെ പുറകിൽ നിന്നും വിളിച്ചു. മൃദുല തിരിഞ്ഞത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. കവിളിൽ കൈവച്ച് നിന്ന മൃദുലയാണ് പിന്നെ എല്ലാവരും കണ്ടത്. മൃദുലയെ ആരോ അടിച്ചതാണ്. അത് മറ്റാരുമല്ല, മായയായിരുന്നു. ഒരപ്പാവിയെ കൂട്ടം ചേർന്ന് മൃദുലയും കൂട്ടുകാരും ഉപദ്രവിച്ചത് ഇഷ്ടപ്പെടാതെയായിരുന്നു മായ പ്രതികരിച്ചത്. തന്നെ ആരാണ് അടിച്ചതെന്ന് അറിയാൻ വേണ്ടി അവൾ തല ഉയർത്തി നോക്കി. തന്റെ മുന്നിൽ നിൽക്കുന്ന അപരിചിതയെ അവൾ ആദ്യമായി കാണുന്നതുപോലെ നോക്കി. ആരാ നീ? എന്തിനാ എന്നെ തല്ലിയത്? മൃദുല ദേഷ്യത്തിൽ ചോദിച്ചു. എന്നാൽ മൃദുലയുടെ ചോദ്യം കേട്ട് മായ അത്ഭുതം കൂറി നിന്നു. മായയുടെ വീട്ടുകാർ അവളെ തിരിച്ചറിയുമോ? അഭിയാണോ ആമിയുടെ ഇരട്ട സഹോദരൻ? അപ്പോൾ അവരുടെ അച്ഛനാരാ? അഭി സഞ്ജീവിന്റെ യഥാർത്ഥ മോനല്ലേ?